അഖില. സോ അടിപൊളിയായിട്ട് നമ്മൾ കെമിസ്ട്രി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മുടെ കെമിസ്ട്രിയിലുള്ള നെക്സ്റ്റ് ചാപ്റ്റർ മക്കളെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് അറിയാമായിരിക്കും അല്ലേ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളിനി ഹയർ സ്റ്റഡീസിലൊക്കെ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലൊക്കെ പോണ സമയത്ത് അതിപ്പോൾ 9th ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ ഇപ്പോഴത്തെ ഒരു സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ഇതേ കാര്യങ്ങൾ കുറച്ചും കൂടെ ഹയർ ലെവലിലാണ് ആ ക്ലാസ്സുകളിലൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 10th ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിൽ പഠിക്കണം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെയിം കോൺസെപ്റ്റ് എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഇപ്പം നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി വേണം നമ്മൾ ഇതിനെ നോക്കി കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ പേര് കേട്ടാൽ തന്നെ അറിയാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അല്ലെ. അപ്പോൾ ചേഞ്ചസിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലേ, ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ആ ചേഞ്ചസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടായിട്ടല്ലേ. ഏതൊക്കെയാണ്, ഫിസിക്കൽ ചേഞ്ചസും ഉണ്ട്, നമുക്ക് കെമിക്കൽ ചേഞ്ചസും ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഓരോ ചേഞ്ചിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ ബുക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതേ നമ്മൾ എന്താണ് പേപ്പറൊക്കെ കണ്ടിട്ടുണ്ട്, എല്ലാവരും പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ പേപ്പറിനെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യാണ്, ഇതേ ഈ കാണുന്നത് പോലെ നമ്മളിതാ ഈ പിക്ചറിൽ കാണുന്നത് പോലെ 4ആയിട്ട് എന്ത് ചെയ്യുന്നു, കീറി മുറിക്കുകയാണ് അല്ലേ. അങ്ങനെ കീറി മുറിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ വിളിക്കുക എന്ത് തന്നെയാണ്, പേപ്പർ എന്ന് തന്നെയാണ് ആണല്ലോ. പേപ്പറിനെ നമ്മൾ കീറി മുറിച്ച് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണം കിട്ടി അല്ലേ, കുഞ്ഞു കുഞ്ഞു പീസസ് നമുക്ക് കിട്ടി, പേപ്പറിന്റെ പീസസ് നമുക്ക് കിട്ടി. ആ പീസസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എഗെയിൻ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അല്ലേ, ആ ഷേപ്പിലേക്ക് നമുക്ക് ആ പേപ്പറിനെ മാറ്റാൻ പറ്റില്ലേ. ഒരിക്കലും നമുക്ക് ഒട്ടിച്ച് ചേർത്തിട്ട് പഴയതുപോലെ ആക്കാൻ പറ്റുക അങ്ങനെയല്ല മിസ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുപോലെ തോന്നും, ആദ്യത്തെ ആ ഒരു പേപ്പറിന്റെ അതേ ഷേപ്പിലേക്ക് നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റും അല്ലേ. അത് മാത്രമല്ല, പേപ്പർ ഇങ്ങനെ ഒന്നായിട്ടല്ലേ ഫുൾ സൈസിൽ കിട്ടുമ്പോൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സിനും ഉണ്ടായിരിക്കില്ലേ, എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അഗൈൻ പേപ്പർ എന്ന് വിളിക്കുന്നത്, പേപ്പറിന്റെ പീസ് എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. ഇനി നിങ്ങൾ ഇപ്പുറത്തെ കുറേ ചോക്ക് കാണുന്നുണ്ട്. ഈ ചോക്ക് നമ്മൾ ചോക്ക് പൗഡർ ആക്കി മാറ്റി എന്ന് വിചാരിക്കുക. ചോക്കിനെ നമ്മൾ എന്താക്കി മാറ്റി, ചോക്ക് പൗഡർ ആക്കി മാറ്റി. അപ്പോഴും അതിന് ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ചോക്ക് പൗഡറിലേക്ക് അഗൈൻ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് തന്നെയാണ് കിട്ടുന്നത്, ചോക്ക് പീസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ചോക്ക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് പീസ് നമ്മൾ എന്ത് ചെയ്തതാണ്, പൗഡർ ആക്കി മാറ്റിയതാണ്, പൗഡേർഡ് ഫോമിലേക്ക് മാറ്റിയതാണ്. എഗെയിൻ തിരിച്ച് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് അല്ലേ. ശ്രദ്ധിക്കണേ, ഇതൊക്കെ എന്താണ്, ചേഞ്ചസ് ആണ് അല്ലേ, നമുക്ക് ചുറ്റും നടക്കുന്ന ചേഞ്ചസ് ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഐസ് ഉണ്ട് അല്ലേ, നമ്മളെ കയ്യിൽ ഐസ് ഉണ്ട്. കുറച്ച് ഐസ് നമ്മൾ എടുത്ത് പുറത്ത് ഇങ്ങനെ വെക്കുകയാണ്. അത് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് മെൽട്ട് ആവാൻ തുടങ്ങും അല്ലേ. ഐസ് മെൽട്ട് ആയിട്ട് എന്ത് കിട്ടും, നമുക്ക് വാട്ടർ കിട്ടും. ഈ വാട്ടർ അഗെയിൻ നമ്മൾ ഫ്രീസറിൽ കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐസ് കിട്ടും അല്ലേ. അതായത് ഇവിടെയൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ടെങ്കിലും ആ ചേഞ്ചസ് ഒക്കെ എന്താണ്, റിവേഴ്സിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആദ്യത്തെ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇത് ഐസ് എന്ന് പറയുന്ന സമയത്ത് അതൊരു സോളിഡ് ഫോം ആണ് അല്ലേ. നമ്മളെ വാട്ടർ ആവുന്ന സമയത്ത് അത് ലിക്വിഡ് ഫോമായി. അപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്കും ഒക്കെ നമുക്ക് ഈ വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെയും അത് എന്താണ്, അതിനകത്തുള്ള ആളുകൾ എന്ന് പറയുന്നത്, അതിനകത്തുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വാട്ടർ ആണ് അല്ലേ. വാട്ടർ ആണ് അതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ലിക്വിഡ് ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത് എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ് അല്ലേ. അപ്പോൾ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് അതിൻ്റെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ കളർ ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ എന്താണ്, നമ്മളെ സ്മെല്ലാണെങ്കിലും അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ എന്താണ്, സെയിം ആണ് അല്ലേ. മാത്രമല്ല ഇത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ നിങ്ങൾ നോക്കിയേ, കുറച്ച് വാട്ടർ എടുത്ത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്യാണ്. വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് സ്റ്റീമായിട്ട് വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട് അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിഡ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാത്രം
ഉണ്ടല്ലോ, ആ പാത്രം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്ത ശേഷം ആ ലിഡ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, അല്ലേ, ഈ ലിഡ് ഒന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആ ലിഡിൽ നമുക്ക് വാട്ടർ ഡ്രോപ്സ് കാണാൻ പറ്റില്ലേ? എവിടെ നിന്നാണ് ഈ വാട്ടർ ഡ്രോപ്സ് വന്നിട്ടുള്ളത്? യെസ്, നമ്മൾ എടുത്തിട്ടുള്ള വാട്ടർ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് വാട്ടർ വേപ്പർ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ലിഡ് വെച്ച് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ആ കൂൾ ചെയ്യുന്ന സമയത്ത് ഈ പോയിട്ടുള്ള വാട്ടർ വേപ്പർ എഗെയിൻ എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരികയാണ്. അതായത് നമുക്ക് കാണുന്ന ഈ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്? ഇവിടെ നമ്മൾ സ്റ്റേറ്റ് മാറ്റിയിരിക്കുകയാണ് അല്ലേ? ഇവിടെ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി? അതിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. വീണ്ടും നമ്മൾ തിരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ചേഞ്ച് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താ ഇതെന്ന് അല്ലേ? ഒന്നുമില്ല, ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ കളർ, അതിൻ്റെ സൈസ്, അതിൻ്റെ ഷേപ്പ് അല്ലേ, അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പം ഇതിൽ മാത്രം ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ചേഞ്ച് വരുന്നുള്ളൂ. അതായത് ആ സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറല്ല ചെയ്യുന്നത്, അത് അപ്പോഴും അതേ സബ്സ്റ്റൻസ് തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതായത് നമ്മൾ കാണുമ്പോൾ ആ ഒരു ചേഞ്ച് അല്ലേ, അതിൻ്റെ സൈസ് ആയിക്കോട്ടെ, അതിൻ്റെ ഷേപ്പ് ആയിക്കോട്ടെ, മേ ബി അതിൻ്റെ കളർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എന്ത് വന്നേക്കാം? ചേഞ്ചസ് വന്നേക്കാം അല്ലേ? അല്ലാതെ അത് എന്താവുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അത് മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട്, ഒരു ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നേ ഇല്ല. അത് മാത്രമല്ല, ഈ ചേഞ്ചസ് ഒക്കെ എന്താണ്? നമുക്ക് പറയാം ഇതൊക്കെ റിവേഴ്സിബിൾ ആണ് അല്ലേ? ജനറലി ഇതൊക്കെ എന്താണ്? റിവേഴ്സിബിൾ ആണ്. സോ ഫിസിക്കൽ ചേഞ്ചസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? റിവേഴ്സിബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് എന്തുണ്ടാവണില്ല? നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് അല്ലേ? പുതുതായിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഫിസിക്കൽ ചേഞ്ച് ഓർത്തു വയ്ക്കാനായിട്ട് മക്കൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു പേപ്പർ നമ്മൾ പീസ് ആയിട്ട് കട്ട് ചെയ്യുന്നത് മാത്രം ആലോചിക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പേപ്പർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ? കാരണം പേപ്പറിന്റെ എല്ലാ പ്രോപ്പർട്ടിയും അതിനും ഉണ്ട്. കാണാനാണെങ്കിലും യെസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ്, അത് ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലേ? അതിന്റെ സൈസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, അതിന്റെ ഷേപ്പിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. സോ അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യമായി അല്ലേ, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ശരിക്കും ചാപ്റ്ററിലേക്ക് നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറയുന്നത്. ഇത് നമ്മൾ ഓർത്തു വയ്ക്കുക. സോ ഫിസിക്കൽ ചേഞ്ചിന്റെ കാര്യം അത്രയേ ഉള്ളൂ അല്ലേ? ഇനി ഇതാ നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ ഫിസിക്കൽ ചേഞ്ചിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ പെൻ ഉണ്ടല്ലോ, ഈ പെൻ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇത് എന്ത് ചെയ്യാണ്? ഈ പെൻസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കട്ട് ചെയ്യാണ്, രണ്ട് എന്തായി പാർട്ടാക്കി മാറ്റി അല്ലേ, 2 പീസാക്കി മാറ്റുകയാണ്. അതെന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടി, ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മൾ തൊടുന്നില്ല അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്യാണ്? അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെങ്ത്തിലൊക്കെ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നു അല്ലേ? അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് നമ്മൾ വിളിക്കണത് അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ചേ, നേരത്തെ നമ്മൾ പേപ്പർ കട്ട് ചെയ്യണ കാര്യമല്ലേ പറഞ്ഞത്? ഇവിടെ മിസ് ഈ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ബേൺ ചെയ്യാണ് കേട്ടോ. പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ബേൺ ചെയ്യാണ്. പേപ്പർ നമ്മൾ കത്തിക്കുകയാണെന്ന് വിചാരിക്കുക. പേപ്പർ കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആഷ് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ പേപ്പർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മാറുകയാണോ ചെയ്യുന്നത്? നേരത്തെ കണ്ട പോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മാറുകയാണോ ചെയ്യുക? ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ പേപ്പർ ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്? ആ സബ്സ്റ്റൻസ് കംപ്ലീറ്റ് മാറി നമുക്ക് പുതിയ സബ്സ്റ്റൻസ് കിട്ടി അല്ലേ? നമുക്കൊരു ന്യൂ സബ്സ്റ്റൻസ് ആണ് അവിടെ കിട്ടുന്നത്. അതിൻ്റെ ആഷ് എന്ന് പറയുന്ന സമയത്ത് പേപ്പറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അല്ലേ? പേപ്പറിൻ്റെ പ്രോപ്പർട്ടീസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യാണ്? നമുക്ക് കിട്ടുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചേ, നമ്മളെ അയേണിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഇരുമ്പിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ ഗേറ്റ് ആണെങ്കിലും അതേപോലെ നമ്മളുടെ സ്റ്റെയർ ഒക്കെ അതിൻ്റെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പോലെ അയേണിൻ്റെ ആണെങ്കിൽ, എല്ലാം
അയേൺ ആവണമെന്നില്ല അല്ലെ. അപ്പൊ അയേണിന്റെ ആണെങ്കിൽ, അതുപോലെ നമ്മളെ വിൻഡോസിന്റെ ഒക്കെ ആ കമ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയേണിന്റെ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും, കുറേ കാലം കഴിഞ്ഞ് കുറേ പഴയതായിട്ടുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലൊക്കെ നമുക്ക് റസ്റ്റ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ത് ചെയ്യാണ്, അതിന് കൊറോഷൻ സംഭവിക്കുക, അത് നശിച്ചു പോവാണ് ആക്ച്വലി. അപ്പൊ ഈ റസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന റസ്റ്റ് എന്ന് പറയുന്നത് എന്തല്ല, ആക്ച്വലി അയേൺ അല്ല. അയേണിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ, ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. സോ ഇതും നമ്മൾ പറയുന്ന നമ്മളെ ചുറ്റും നടക്കുന്ന, നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. പക്ഷെ ഈ ചേഞ്ചസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ഇറിവേഴ്സിബിൾ ആണ് അല്ലെ. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആദ്യത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. ഒരു പേപ്പർ ഞാൻ ബേൺ ചെയ്യിച്ചു, പേപ്പർ ഞാൻ കത്തിച്ചു കളഞ്ഞു, അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് തിരിച്ച് പഴയ ഫോമിലേക്ക്, പഴയ രീതിയിലേക്ക് പേപ്പറിനെ മാറ്റാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് കാണുന്ന രൂപത്തിലെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം കംപ്ലീറ്റ് എന്താണ്, പുതിയൊരു സബ്സ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് അല്ലെ. അതിന്റെ പ്രത്യേകത അതാണ്. എന്താണ്, ഒരു ചേഞ്ച്, ആ ചേഞ്ചിന്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെ, വൺ ഓർ മോർ ദാൻ വൺ, അത്രയും സബ്സ്റ്റൻസ്, ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യും. അപ്പൊ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന ചേഞ്ചസ് ആണ് എന്ത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം കെമിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് പല തരത്തിലുള്ള റിയാക്ഷൻസ്, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള റിയാക്ഷൻസ് അവിടെ നടന്നിട്ടാണ് അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെ, അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. അതാണ് നമ്മൾ പറയുന്നത് ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യാണ്. സോ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഇറിവേഴ്സിബിൾ ആണ് അല്ലെ, റിവേഴ്സിബിൾ അല്ല, പുതിയൊരു സബ്സ്റ്റൻസ് ആണ്. സോ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്ക് അടിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളൊരു പേപ്പർ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. അവിടെ നമ്മൾ വേറെ കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുത്തുന്നില്ല അല്ലെ, അല്ലെങ്കിൽ പുതിയ സബ്സ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല, പേപ്പർ തന്നെയാണ് സ്റ്റിൽ അത് അല്ലെ. എന്നാൽ ആ പേപ്പർ നമ്മൾ ബേൺ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അത് കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. അവിടെ ജസ്റ്റ് ഐസ് എന്താണ്, മെൽറ്റ് ചെയ്ത് വാട്ടർ ആവാണ്, തിരിച്ച് നമുക്ക് അതിന് ഐസ് ആക്കാൻ പറ്റും അല്ലെ. എന്നാൽ നമ്മളുടെ റസ്റ്റിംഗ് ഓഫ് അയേൺ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, അത് കെമിക്കൽ ചേഞ്ച് ആണ്. അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ ഒരു കാൻഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബേൺ ചെയ്യിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് ഏത് ചേഞ്ച് ആയിരിക്കും? അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയും ബേണിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണെന്ന് അല്ലെ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഇതേ രണ്ട് ടൈപ്പ് ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, രണ്ട് ടൈപ്പ് ചേഞ്ച്, അവിടെ ഫിസിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്, അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വാക്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മളുടെ വാക്സ് ഉണ്ടല്ലോ, ആ വാക്സ് എന്താവുന്നുണ്ട്, മെൽറ്റ് ആവുന്നുണ്ട്. നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ ഹീറ്റ് കൊണ്ട് ആ വാക്സ് എന്താവുന്നുണ്ട്, മെൽറ്റ് ആവുന്നില്ലേ. എന്നിട്ട് അത് കൂൾ ചെയ്യുന്ന സമയത്ത് എഗെയിൻ അത് എന്തായി മാറും, സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ. സോ ആ വാക്സിന്റെ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. എന്നാൽ നമ്മൾ ഇവിടെ ആ ബേൺ ചെയ്യിക്കുന്നുണ്ട്, അതായത് ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ബേണിംഗ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതെന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ബേണിംഗ് എന്ന് പറയുന്ന സമയത്ത് അത് കെമിക്കൽ ചേഞ്ച് ആണ്. പക്ഷെ ഇവിടെ നടക്കുന്ന ആ ഒരു മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. സോ രണ്ട് ചേഞ്ചസും നടക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, നമ്മളുടെ കാൻഡിൽ ബേൺ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, നമുക്ക് കെമിക്കൽ ചേഞ്ചും ഉണ്ട്. അപ്പൊ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ ചേഞ്ച് ആണ്, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രം ചേഞ്ച് വരിക, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല, അതായത് പുതിയ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ പറ്റി ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കെമിക്കൽ ചേഞ്ചസ്, അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ കടന്നു വരുന്നുണ്ട്. സോ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.